ജനുവരി ആദ്യവാരത്തിൽ SYS പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ രണ്ടാം ഘട്ടത്തിലേക്ക്. സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, ശരികളുടെ ആഘോഷമെന്ന പ്രമേയത്തിലാണ് രണ്ടാം ഘട്ട പരിപാടികൾ നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ അധികരിച്ചു വരികയും വ്യത്യസ്തങ്ങളായ പദ്ധതികളിലൂടെ വ്യത്യസ്തമായ സമൂഹത്തെ അഡ്രസ് ചെയ്യുകയും ചെയ്യാനും SSF ശ്രമിച്ചിട്ടുണ്ട്. വിചാരസഭകളിലൂടെ SSF നടത്തിയ പഠനങ്ങളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും ബോധ്യപ്പെട്ടത് മെജോറിറ്റി പഞ്ചായത്തുകളിലും വാർഡ് മെമ്പർ കൺവീനർമാരായി വരേണ്ട ജാഗ്രതാ സഭകൾ ഇനിയും ഒരുപാട് ഇടങ്ങളിൽ രൂപീകരിക്കാനുണ്ട് എന്നുള്ളതും രൂപീകരിച്ച ഇടങ്ങളിൽ കൃത്യമായ മെന്ററിംഗ് സംവിധാനങ്ങളോ മോണിറ്ററിംഗ് സിസ്റ്റമോ കാര്യക്ഷമമല്ല എന്നുള്ളതും ബോധ്യപ്പെട്ടു. അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ കേരളത്തിലെ സാമൂഹ്യ പരിസരങ്ങളിൽ SSF നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ 75 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇതിന്റെ തുടർച്ചയായാണ് രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ലഹരി കേസുകളിൽ പ്രധാന കണ്ണികൾ പിടിക്കപ്പെടാത്തതും പിടിക്കപ്പെടുന്നവർ എളുപ്പം പുറത്തു കടക്കുന്നതും രണ്ടാം ഘട്ട ക്യാമ്പയിന്റെ ഭാഗമായി ചർച്ച ചെയ്യും. 80 ലക്ഷം കുടുംബങ്ങളെ നേരിൽ കണ്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണം നൽകും. പരിശീലനം നേടിയ 3 ലക്ഷം ആക്ടിവിസ്റ്റുകളെ സമൂഹത്തിലേക്ക് സമർപ്പിക്കുമെന്നും SSF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.